ആദ്യമായി കഴിഞ്ഞ ദിവസം ഈ കാപട്യത്തിന്റെയും ഈ അതിക്രമങ്ങളുടെയും ഒക്കെ ഈ ലോകത്തു നിന്നും വിടമറഞ്ഞു പോയ കടക്കൽ യാഹിക എന്ന ഒരു ഇക്കയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഒരു രണ്ട് വാക്ക്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ആരാണ് ഈ കടക്കൽ യാഹിക? കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ടായി കടക്കൽ, കൊല്ലം ജില്ലയിലെ കടക്കൽ എന്ന ഒരു ടൗണിൽ വഴിയോരത്ത് തട്ടുകട നടത്തിക്കൊണ്ടിരുന്ന ഒരു പാവപ്പെട്ട ഒരു വയോധികനാണ് ഈ കടക്കൽ യാഹിക. ഇദ്ദേഹം പല സമയത്തും മാധ്യമങ്ങളുടെയും മറ്റും ശ്രദ്ധയിൽപ്പെട്ടത് അദ്ദേഹത്തിന്റെ വേഷവിധാനം കൊണ്ടാണ്. എന്താണ് അദ്ദേഹത്തിന്റെ വേഷവിധാനം എന്ന് ചോദിച്ചാൽ, ഒരു മാക്സി, സ്ത്രീകളിടുന്ന ഒരു മാക്സി ഇട്ടുകൊണ്ടാണ് അദ്ദേഹം ആ തട്ടുകടയിൽ ന്യായവിലയ്ക്ക് സാധാരണക്കാർക്ക് ആഹാര സാധനങ്ങൾ നൽകുന്നത്. ഒരു കൗതുകത്തിന് ആരോ അവിടെ ചെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് ഈ മറ്റ് പലരിൽ നിന്നും വ്യത്യസ്തമായി താങ്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു മാക്സി, ഈ നൈറ്റി ഇട്ടുകൊണ്ട് താങ്കൾ ഈ കടയിൽ നിൽക്കുന്നത്? മാത്രമല്ല ആ ഒരു അറ്റയർ തന്നെയാണ് ഫുൾ ടൈം അദ്ദേഹം ഉപയോഗിക്കാറുള്ളത്. ആ ഒരു വേഷ വിധാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ എപ്പോഴും കാണാറുള്ളത്. അപ്പോൾ അദ്ദേഹം അതിൽ പറഞ്ഞത്, പണ്ടൊരു തവണ അദ്ദേഹം ഈ തിരക്കുകൾ ഒറ്റയ്ക്കാണ് ഈ തട്ടുകട നടത്തുന്നത്. തിരക്കുകളുടെ ഇടയിൽ അദ്ദേഹം ഈ കടയുടെ പുറത്ത് എന്തോ ആവശ്യത്തിന് പോകുന്ന സമയത്ത് ഈ തോളിൽ 2 സ്റ്റാറുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അതുവഴി നടന്നു വന്നു അകാരണമായി അദ്ദേഹം കൈവീശി ഒരു അടിയടിച്ചു. അപ്പൊ യാഹിയയ്ക്ക് മനസ്സിലായില്ല എന്തിനാണ് എന്നെ അടിച്ചതെന്ന്. അപ്പൊ അടുത്ത് നിന്ന് ആൾക്കാർ പറഞ്ഞു കൊടുത്തു, താങ്കൾ പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടപ്പോൾ മുണ്ടിന്റെ കുത്ത് അടിച്ചിട്ടില്ല. അപ്പോ ആ അനുഭവത്തോടുകൂടി ആ പാവപ്പെട്ട മനുഷ്യൻ പ്രതീകാത്മകമായി അദ്ദേഹം ആ മുണ്ട് അങ്ങ് ഒഴിവാക്കി, ഒരു നൈറ്റി, ഒരു മാക്സി വാങ്ങിച്ചിട്ടു. അതാവുമ്പം ഇടയ്ക്കിടയ്ക്ക് തട്ടുകൊടുക്കണമെന്ന് തോന്നത്തുമില്ല, ഇതേപോലെ പോലീസുകാരുടെ കയ്യിൽ നിന്ന് അടിയും കൊള്ളത്തില്ല. അപ്പോൾ അദ്ദേഹം അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത ഒരു പാവപ്പെട്ട സാധു മനുഷ്യൻ ചെയ്ത ഒരു പ്രതീകാത്മകമായ ഒരു പ്രതിഷേധമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ പ്രതിഷേധം അങ്ങനെയാണ് ഒരു മനുഷ്യൻ പ്രതിഷേധിക്കേണ്ടത് ഈ 21ാം നൂറ്റാണ്ടിൽ അല്ല. പക്ഷെ അത് അദ്ദേഹത്തിന് പറഞ്ഞു മനസ്സിലാക്കാനോ അദ്ദേഹത്തിന് ആ ഒരു പ്രതിഷേധമല്ല നമ്മൾ ചെയ്യേണ്ടത്. ഈ ജനാധിപത്യത്തിന്റെ ഈ 75ാം വർഷത്തിൽ നമ്മൾ ചെയ്യേണ്ട പ്രതിഷേധം അങ്ങനല്ല എന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടായില്ല, അല്ലെങ്കിൽ അദ്ദേഹം സ്വയം അത് തയ്യാറായില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇപ്പം ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ എടാ പോടാ എന്ന് പോലീസുകാർ വിളിക്കരുതെന്ന് പറഞ്ഞൊരു വിധി കൊടുത്തപ്പോൾ അദ്ദേഹം അതിൻ്റെ അത് പറഞ്ഞത്, നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് 21ാം നൂറ്റാണ്ടിലേക്കാണ്. അപ്പൊ ഈ 21ാം നൂറ്റാണ്ടിൽ നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്ന വഴിയിൽ ജനാധിപത്യത്തിന്റെ ഏറ്റവും മഹനീയമായ സത്ത് നിലനിൽക്കുന്ന ഈ സമയത്ത് ഇങ്ങനെയൊന്നുമല്ല പോലീസുകാർ പെരുമാറേണ്ടത്. അപ്പോ എന്താണ് യാഹിക അന്ന് ചെയ്യേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഈ ജനാധിപത്യ സമൂഹത്തിൽ നോ വൺ ഈസ് എബോവ് ദി ലോ, നോട്ട് ഈവൻ ദ കിങ് ഓർ മൊണാർക്ക്. ഒരു രാജാവോ മന്ത്രിയോ ആരും നിയമത്തിന് മുകളിലല്ല. അപ്പോ പൊതുജനത്തിന്റെ മുന്നിൽ വെച്ച്, അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിൽ വെച്ച് ഒരു അകാരണമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മളെ ഉപദ്രവിക്കുകയോ നമ്മളെ ചീത്ത വിളിക്കുകയോ ചെയ്താൽ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരമുള്ള കുറ്റകൃത്യം അയാളും ചെയ്തിട്ടുണ്ട്, മറ്റ് ആരെങ്കിലും ചെയ്താൽ അവരും ചെയ്തിട്ടുണ്ട്. പോലീസുകാർക്ക് വേറൊരു നിയമം, സാധാരണക്കാർക്ക് വേറൊരു നിയമമില്ല. അപ്പോ നമ്മളെ അകാരണമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉപദ്രവിച്ചാൽ തീർച്ചയായും ഈ ജനാധിപത്യ രാജ്യത്തിൽ നൈറ്റി എടുത്തിട്ട് ഈ പാവപ്പെട്ട മനുഷ്യൻ കാണിച്ച പോലെ ഒരു പ്രതിഷേധമല്ല നമ്മൾ നടത്തേണ്ടത്. നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം, നമ്മൾ നിയമ നടപടികൾ സ്വീകരിക്കണം. നിങ്ങൾ അടുത്തുള്ള ഒരു അഭിഭാഷകനെ സമീപിച്ച് മജിസ്ട്രേറ്റ് കോടതിയിൽ നിങ്ങൾക്ക് ഉണ്ടായ കംപ്ലൈന്റ് കോടതിയിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. തുടങ്ങി അത് കഴിഞ്ഞിട്ട് അതിന്റെ നടപടിക്രമങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മുടെ റൈറ്റ്സ്? ഈ ജനാധിപത്യത്തിന്റെ 75ാം വർഷത്തിൽ ഈ ഇന്ത്യയിലെ എത്ര കോടി ജനങ്ങൾക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും അറിയാം?
പല പരസ്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. പല പരസ്യങ്ങളിലും നമ്മൾ ആരും കാണാതിരിക്കുന്ന ഒരു കാര്യം, സർക്കാർ കോടിക്കണക്കിന് രൂപ ചെലവാക്കി പരസ്യങ്ങളുണ്ട്. പക്ഷേ ഈ പരസ്യങ്ങളിലൊന്നും നമ്മൾ കാണുന്നില്ല. നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് സർക്കാർ നമ്മളടുത്ത്, സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും, ഇതാണ് നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, നിങ്ങൾക്ക് ഈ ജനാധിപത്യ സമൂഹത്തിലുള്ള അവകാശങ്ങൾ ഇന്നതൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെയാണ് നിങ്ങളുടെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭരണഘടനയുടെ ഒരു കോപ്പി തരികയോ മറ്റും ഒരാൾക്കും ചെയ്തിട്ടില്ല. അപ്പോൾ ജനാധിപത്യത്തിന്റെ ഈ 75-ാം വർഷത്തിൽ സർക്കാരുകൾ ചെയ്യേണ്ടത് ഭരണഘടനയുടെ കോപ്പി, ഒന്നുമല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 12 to 35, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർട്ടിക്കിൾ 51A, അപ്പോൾ അതിന്റെ എങ്കിലും ഒരു പ്രിന്റ് ഔട്ട് സാധാരണ ജനങ്ങൾക്ക് കൊടുത്തിട്ട് അവരവരുടെ ലാംഗ്വേജിൽ കൊടുത്തിട്ട് അവരെ ബോധവൽക്കരിക്കണം. ദീസ് ആർ ദ റൈറ്റ്സ്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ നിങ്ങളുടെ അവകാശങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അവകാശങ്ങൾ എന്തൊക്കെയാണ്? റൈറ്റ് ടു ഈക്വാളിറ്റി, തുല്യത, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ആർട്ടിക്കിൾ 14. അതിൽ പോലീസുകാരനെന്നോ മറ്റാളെന്നോ IAS-കാരനെന്നോ മന്ത്രിയെന്നോ മുഖ്യമന്ത്രിയെന്നോ ഒന്നുമില്ല. എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ സമരാണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 19 പറയുന്നു റൈറ്റ് ടു ഫ്രീഡം ടു സ്പീക്ക് ആൻഡ് എക്സ്പ്രഷൻ. നമുക്ക് സംസാരിക്കാനും നമ്മൾ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം. റൈറ്റ് ടു അസംബിൾ പീസബിളി വിത്തൗട്ട് ആംസ്. നമുക്ക് ഒരു പൊതുസ്ഥലത്തിൽ കൂടി നിൽക്കാൻ, ആയുധമില്ലാതെ സമാധാനമായി കൂടി നിൽക്കാനുള്ള അവകാശം. പലപ്പോഴും നമ്മൾ പല പോലീസ് സ്റ്റേഷനിലും കാണാറുണ്ട്. പലരും ആ പോലീസ് സ്റ്റേഷനിൽ വന്ന് നിൽക്കുന്ന പലരോടും എന്തിനാ വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ സാറ് വന്ന് നിൽക്കാൻ പറഞ്ഞു നിൽക്കുന്നു. അത് ശരിയല്ല. ആർട്ടിക്കിൾ 22 വെറുതെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ എന്ത് കുറ്റമാണ് നിന്നിൽ ചാർത്തിയിരിക്കുന്നത് പറയാനുള്ള സ്വാതന്ത്ര്യം, പറയാനുള്ള കടമ പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട്. അതുപോലെ ഒരു അഭിഭാഷകനെ കാണാനുള്ള അയാളുടെ താല്പര്യമുള്ള ഒരു അഭിഭാഷകനെ കാണാനുള്ള സ്വാതന്ത്ര്യം നൽകണം. ഇതെല്ലാം ഇന്ത്യൻ ഭരണഘടന ഓരോ വ്യക്തികൾക്കും നൽകിയിരിക്കുന്ന അവകാശങ്ങളാണ്. അപ്പോൾ ഇത്തരം അവകാശങ്ങൾ നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ ഓരോ വ്യക്തികളും ഇതേപോലെ മാക്സി ഇടേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ ആയിരക്കണക്കിന് വ്യക്തികൾ, പോലീസിൽ നിന്നും അധിക്ഷേപങ്ങളും ആക്രമണങ്ങളും നേരിട്ട ആയിരക്കണക്കിന് വ്യക്തികൾ ഈ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കൊരു അവകാശമുണ്ട്. നിങ്ങൾ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നിയമ നടപടി സ്വീകരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. കാരണം നമ്മളുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റവും പോകാൻ വ്യക്തികൾ തയ്യാറാവണം. അതുപോലെ തന്നെ ഇപ്പം കേരള പോലീസ് ആക്ട് ഉണ്ട്. കേരള പോലീസ് ആക്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പോലീസിന് വേണ്ടിയുള്ള ആക്ട് അല്ല, ജനങ്ങൾ പോലീസിന് കൊടുത്തിരിക്കുന്ന ഒരു ആക്ടാണ്. നിങ്ങൾ ഈ പോലീസ് ആക്ട് പ്രകാരമാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങൾ പോലീസിന് നൽകിയിരിക്കുന്ന ചട്ടവും റൂളുകളാണ് പോലീസ് ആക്ട്. അപ്പോൾ ആ പോലീസ് ആക്ടിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, സെക്ഷൻ 33 സബ് ക്ലോസ് 2 പറയുന്നുണ്ട്, നോ പോലീസ് ഓഫീസർ പ്രിവെന്റ് എനി പേഴ്സൺ ഫ്രം ലോഫുള്ളി മേക്കിംഗ് വീഡിയോ ഓർ ഓഡിയോ ഓർ ഇലക്ട്രോണിക് റെക്കോർഡ് ഓഫ് എ പോലീസ് ആക്ഷൻ ഓർ ആക്ടിവിറ്റീസ് ഇൻ എ പബ്ലിക് ഓർ പ്രൈവറ്റ് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരാളെയും തടസ്സപ്പെടുത്താൻ പാടില്ല. പോലീസ് ചെയ്യുന്ന ഏത് ആക്ടിവിറ്റീസിനെയും വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഈ സാധാരണ ജനങ്ങൾക്ക് അവകാശമുണ്ട്. ആ അവകാശത്തെ തടസ്സപ്പെടുത്താൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അവകാശമില്ല. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്നൊരു വീഡിയോ എടുക്കുന്ന സമയത്ത്, പോലീസ് ആക്ഷൻ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മളെ വീഡിയോ തട്ടിപ്പറിക്കുകയോ നമ്മളെ ഉപദ്രവിക്കുകയോ ചെയ്യാൻ വന്നാൽ ആ പോലീസ് ഉദ്യോഗസ്ഥനടുത്ത് സ്റ്റേണായി നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. സാറെന്നോ സഹോദരനെന്നോ എന്ന് വേണമെങ്കിലും വിളിക്കും. ഇപ്പൊ സാറെന്ന് വിളിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. സഹോദര അല്ലെങ്കിൽ സുഹൃത്തെ, ഇത് കേരള പോലീസ് ആക്ടിൽ സെക്ഷൻ 33 സബ് ക്ലോസ് 2 പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയാണ്. ഞാൻ ആ വ്യവസ്ഥ പ്രകാരമാണ് താങ്കളുടെ ഈ നടപടി ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പറയുകയും നമ്മൾ നടപടി സ്വീകരിക്കും. ഇപ്പം പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, പോലീസിനെതിരെ ഒരു കംപ്ലൈന്റ് നമ്മൾ എവിടെ കൊടുക്കണം? പോലീസിനെതിരെയുള്ള കംപ്ലൈന്റ് നമുക്ക് ബഹുമാനപ്പെട്ട കോടതികളിൽ, മജിസ്ട്രേറ്റ് കോടതികളിൽ ഫയൽ ചെയ്യാം. ഹൈക്കോടതിയിൽ നമുക്ക് പോലീസ് ഹറാസ്മെന്റിന് OP ഫയൽ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾക്ക് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി എന്ന് പറഞ്ഞൊരു വ്യവസ്ഥയുണ്ട്. ഒരു റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള മെമ്പർമാരുള്ള പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഉണ്ട്. സ്റ്റേറ്റ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഉണ്ട്. ഡിസ്ട്രിക്ട് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഉണ്ട്. പോലീസ് ഹറാസ്മെന്റുകൾ വരുമ്പോൾ തീർച്ചയായും അത് എനിക്ക് അബദ്ധം പറ്റിപ്പോയി,
അത് ആരും അറിയണ്ട എന്ന് കാണിക്കുന്നത് നമ്മൾ ജനാധിപത്യത്തിലുള്ള അവഹേളനമാണ്. നമ്മൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ നമ്മൾ പരാതി കൊടുത്ത് ആ കുറ്റം ചെയ്ത ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി താക്കീത് നൽകുകയോ ഉചിതമായ നടപടികളോ സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെയാണ് ജനാധിപത്യം വളരുന്നത്. അതുപോലെ നമുക്ക് ഒരു സിവിൽ പോലീസ് ഓഫീസർ മുതൽ ഒരു SP വരെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നമുക്ക് പരാതി കൊടുക്കാൻ അതാത് ജില്ലയിൽ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റികളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓരോ ജനവും മനസ്സിലാക്കി വെച്ചിരിക്കണം എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ദ ലോ അസിസ്റ്റ് ഓൺലി ഹു ആർ വിജിലന്റായി നിൽക്കുന്നവരെ മാത്രമേ നിയമം അസിസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും വിജിലന്റായി നിന്നുകൊണ്ട് നമുക്കുള്ള നമ്മളുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുകയും നമ്മളെ ആരും പൊതുജനത്തിന്റെ മുന്നിൽ വെച്ച് നമ്മളെ അവഹേളിക്കുകയോ നമ്മളെ ചീത്ത വിളിക്കുകയോ ചെയ്യുന്നത് പോലീസ് ഉദ്യോഗസ്ഥനല്ല, ആരാണെങ്കിലും, പോലീസ് ഉദ്യോഗസ്ഥനല്ല മറ്റൊരാളാണെങ്കിൽ നമുക്ക് സംസ്ഥാന മനുഷ്യാവകാശ സംരക്ഷണ കമ്മീഷനുണ്ട്. കമ്മീഷൻ തിരുവനന്തപുരത്തുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ എല്ലാ അഡ്രസ്സ് വളരെ ഈസിയായി നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കിട്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മനുഷ്യാവകാശം എന്തൊക്കെയാണ്, നമ്മുടെ മനുഷ്യാവകാശം ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു മനുഷ്യന്റെ മനുഷ്യാവകാശങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഉത്തരവാദിത്വമുള്ള ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു പൗരന്റെ കടമയാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ അവകാശങ്ങൾ നമ്മൾ തീർച്ചയായും മനസ്സിലാക്കുക, നമ്മുടെ ഡ്യൂട്ടീസ് നമ്മൾ മനസ്സിലാക്കുക. ആരുടെയും അവഹേളനത്തിന് മുന്നിൽ നമ്മൾ നിന്നു കൊടുക്കരുത്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനായാലും മറ്റാരായാലും. മാത്രമല്ല, പോലീസ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇതേപോലെ നമ്മളെ അവഹേളിക്കേണ്ട ആൾക്കാരല്ല. അതിലൊരു നല്ല പറ്റം ആൾക്കാർ നമ്മളെ അവഹേളിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കുകയും പോലീസ് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങൾ, നിയമപരമായ കാര്യങ്ങൾ അനുസരിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. അതൊരിക്കലും നമ്മൾ മറക്കേണ്ടതല്ല. ഒരു സെക്കൻഡ് ഈ നമ്മുടെ നാട്ടിലെ പോലീസ് സംവിധാനം നിശ്ചലമായാൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ നമ്മൾ ഓരോ ആൾക്കാർക്കും മനസ്സിലാവുന്നതാണ്. അപ്പോൾ പോലീസിന്റെ പ്രാധാന്യം, പോലീസ് എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രാധാന്യം മനസ്സിലാക്കുകയും അവരെ നമ്മൾ അവരുടേതായ 24 മണിക്കൂറും ഡ്യൂട്ടി ചെയ്യുന്ന അവരെ നമ്മൾ ബഹുമാനിക്കുകയും അതോടൊപ്പം കുറ്റകൃത്യം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കൃത്യമായും നിയമ നടപടികളിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടത് ജനാധിപത്യ സമൂഹത്തിന്റെ കടമയാണ്. അതിന്റെ കൂട്ടത്തിൽ ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ഓരോ പൗരനും ഭരണഘടനയുടെ ഒരു കോപ്പി നൽകാൻ അതാത് സർക്കാരുകൾ തയ്യാറാവണം. അത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടും ഈ കഴിഞ്ഞ ദിവസം മരിച്ചുപോയ ഈ പ്രതീകാത്മകമായി ഈ സമൂഹത്തിന്റെ എനിക്ക് തോന്നുന്നു ഈ സമൂഹത്തിന്റെ എല്ലാ അതിക്രമങ്ങളും സ്വന്തം മനസ്സിൽ ഒതുക്കി അദ്ദേഹത്തിന്റെ ഇപ്പം ഒരു പൊതുസമൂഹത്തിൽ, ഒരു ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ ആത്മാവിനോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഇനി ഒരിക്കലും ഇങ്ങനെ ഈ പറയുന്ന യാഹിക്കെ പോലെയുള്ള കടക്കൽ യാഹിക്കെ പോലെയുള്ള ആളുകൾ ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.